ദൈവനാമത്തിനെ മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ടതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ്റെ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്, ലോകത്തിൻ്റെ അധീനതയിലായിരിക്കുന്ന ഏത് ശക്തിക്കും ഒരു മനുഷ്യനെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ വണ്ണം തടസ്സം സൃഷ്ടിക്കുവാൻ കഴിയും. അത് സാഹചര്യങ്ങൾ ആരോഗ്യപരമായി, മാനസികപരമായി, സാമ്പത്തികപരമായി എത്ര വലിയ ശക്തികളായിരുന്നാലും ആത്മനിറവോടുകൂടി ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവിക ശക്തിയുടെ ശ്രേഷ്ഠതകൾ നമ്മിൽ വ്യാപരിക്കുവാനിടയായി തീർന്നാൽ ആ പ്രതിസന്ധിയാകുന്ന, പ്രതികൂലമാകുന്ന സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. 4-ാം വാക്യത്തിൽ ഓർപ്പിച്ചു, കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയൊരു ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. ജീവിതം തകർന്നുപോയി എന്ന് വിചാരിക്കുന്ന ചില സന്ദർഭങ്ങൾ, കാറ്റടിച്ച് ഇനി ഒരു രീതിയിലും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വിധി എഴുതിയ ചില ദിനരാത്രങ്ങളുടെ നടുവിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം പ്രതീക്ഷ നൽകുന്ന ഒരു ദൈവവചനമാണ് ഈ പൽക്കാലം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവീക സാന്നിധ്യത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായാൽ ഒരു കാറ്റടിച്ചോടുന്നതായ ഒരു കപ്പലിനെ ഒരു ചുക്കാൻ തിരിക്കുന്നത് പോലെ ജീവിതത്തിനെ നേർവഴിക്ക് തിരിച്ച് പ്രതീക്ഷയോടുകൂടി ജീവിതം സഫലമാക്കുവാൻ, ശുഭകരമാക്കുവാൻ തക്കവണ്ണം ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും കഴിയും. ആകയാൽ ഈ വചനത്തിൽ അടിയുറച്ച് ഈ പകൽക്കാലം വിശ്വസിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട് വിശ്വസിക്കുന്നു ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.